ഗോപി, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ CPM-ന്റെ ഒരു പ്രത്യേക ഒരു സ്ട്രക്ചറൽ ഫാക്ടർ ഇതിൽ പ്രവർത്തിക്കും. സാധാരണഗതിയിൽ ഇപ്പം ആലപ്പുഴയിൽ തന്നെ അനിശ്ചിതനായ നേതാവായിരുന്നു സുധാകരൻ എപ്പോൾ പാർട്ടി വിട്ടോ അദ്ദേഹത്തിന് ഈ നൂറ്റാണ്ടുകളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് പാർട്ടി പ്രവർത്തകർ കാണുന്നു. അത് ഈ പാർട്ടിയുടെ പ്രത്യേകത. ഈ പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോൾ എത്രമാത്രം ആരാധിക്കുന്ന അതേ പ്രവർത്തകർ തന്നെ ശത്രുവായിട്ട് തള്ളി പറയും. സുരേഷിന് VS-ന്റെ ആളെന്നുള്ള നിലയിൽ കിട്ടിയതൊന്നും ആയിരിക്കില്ല സുരേഷ് പുറത്തേക്ക് പോകുമ്പോൾ കിട്ടുന്നത്. അത് നമ്മൾ കാണാതിരുന്നു. കാര്യം ഈ പാർട്ടിയുടെ രീതി വേറെ ഒന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, മലമ്പുഴയിൽ ഈ നിഴലായിരുന്നെങ്കിലും പ്രഭാകരൻ പിന്നീട് ഈ CPIM-ലെ സംഘടനാ വിഷയങ്ങളൊക്കെ വന്നപ്പോഴേക്ക് നേരെ മാറിയ ആളാണ്. അതിപ്പോ G സുധാകരനും അങ്ങനെ തന്നെ. അത് ഞാൻ പറയുകയായിരുന്നു, ഹാഷ്മി പറഞ്ഞതുപോലെ ആരാണ് അല്ല, G സുധാകരനും അങ്ങനെ തന്നെ. അതൊരു കാലമായിരുന്നു. അതിനുശേഷം മാറ്റങ്ങൾ എല്ലാ നിലയിലും അത് ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി നിൽക്കുന്ന ഒറ്റ മുദ്രാവാക്യം കണ്ണേകരളെ VS ഒറ്റ മുദ്രാവാക്യം മാത്രമേ ആ കാലത്ത് ഓർമ്മിപ്പിക്കാൻ ബാക്കി നിൽപ്പുള്ളൂ. ഓക്കെ. അപ്പോൾ മാത്രമല്ല, ഈ അന്ന് ഇപ്പോൾ VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാഫിലേക്ക് ചാരന്മാർ കടന്നു ചെന്നെന്നും ഈ ചാരന്മാർ പിന്നീട് റിപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെട്ടു പോയി, അത് അവരുടെ രാഷ്ട്രീയ അധികാരങ്ങളൊക്കെ അവർ കിട്ടിയെന്നും ഒക്കെ പറയുന്ന വിശ്വാസങ്ങൾ ഉറച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്ത് VS ഫാക്ടർ കേരള രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ ഇന്ന് അത് എത്രമാത്രം കാതലായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര ശക്തിയോടെ പറയാൻ കഴിയില്ല. ഇക്വേഷൻസ് മാറി. കാര്യം ഇപ്പോൾ എനിക്കൊന്ന് നമ്മുടെ പിണറായി വിജയൻ തന്നെ ഒരു കാലത്ത് VS അച്യുതാനന്ദനുമായിട്ട് നടത്തിയ യുദ്ധത്തിനൊന്നും ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പ്രസക്തി ഉണ്ട് എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ സുരേഷിന് അവിടെ എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പാണ്, അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ട് നമ്മൾ പ്രവചനം നടത്തേണ്ട കാര്യമില്ല. പ്രഭാകരൻ നമ്മുടെ സ്മിതയോടും പ്രവൃത്തിയോടും സംസാരിക്കുമ്പോഴും പാലക്കാട് ഡീലിനെ പറ്റിയാണ് പറയുന്നത്. ബാക്ക് ടു പാലക്കാടിലേക്ക് തന്നെയാണ് എനിക്ക് ചർച്ചകൾ കൊണ്ടുവരാൻ പോകുന്നു തോന്നുന്നു. അവിടെ അവിടെ നേരത്തെ അസ്ത പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞവിടെ ജയിച്ച് രാഹുലിന്റെ വ്യക്തിപ്രഭാവം ഉണ്ടെന്ന് പറഞ്ഞു. എസ്കൻ എവിടെയാണ് വ്യക്തിപ്രഭാവം? ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ രാഹുൽ അവിടെ വരുമ്പോൾ എസ്കൻ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്തതാണ്, നമ്മളാണ് ആദ്യം വാർത്ത കൊടുക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡ് അയച്ച കത്ത് നമ്മളാണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അതിന് പിന്നാലെ ഒന്നാകെ അതിനകത്ത് പാലക്കാട് കോൺഗ്രസിലെ പൊട്ടിത്തെറിയുടെ മാരകമായ വാർത്തകൾ പുറത്തേക്ക് വന്നു. പീസറിന് ഒരൊറ്റ ഞാൻ പറഞ്ഞു കൊടുത്തേ, പീസറിൻ 3-4 ദിവസം വാർത്താ സമ്മേളനം നടത്തി പൊട്ടിത്തെറി. അത് കഴിഞ്ഞപ്പോഴേക്കും ഷാനിബ് വന്നു, ഷാനിബിന്റെ പൊട്ടിത്തെറി, അടിമുടി നീലപ്പെട്ടി വിവാദം, അടിമുടി അവിടെ CPM എന്ത് പ്ലാൻ ചെയ്തോ അതേ അജണ്ട പ്രകാരം തന്നെയായിരുന്നു അതിലെ പ്രചരണ ചർച്ച മൊത്തം പോയത്. ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനം എത്തിയപ്പോഴേക്കും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന അവസ്ഥ വന്നു. ഈ പറഞ്ഞ ഒരുപക്ഷെ പീസറിനും രാഹുൽ മാങ്കൂട്ടത്തിനും വോട്ട് പിടിക്കുകയാണെങ്കിൽ അവിടെ കൃഷ്ണകുമാർ ജയിച്ചു പോയേക്കാം എന്നുള്ള വിലയിരുത്തൽ വന്നു. വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും വർക്കൗട്ട് ആയില്ല സ്കേൻ. അവിടെ രാഹുൽ മാങ്കൂട്ടം ചരിത്ര ഭൂരിപക്ഷം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന വിവാദങ്ങളിൽ, ചർച്ചകളിൽ ഇത് ഗ്രൗണ്ടിൽ ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന സംശയം ഉണ്ടാക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് പാലക്കാട് ബൈലക്ഷൻ കൂടിയാണ്. പക്ഷേ പാലക്കാട്ടെ കാര്യം പറയുമ്പോൾ ഹാഷ്മി, ഒന്നാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് വന്ന് പരിചയപ്പെട്ട് ആളുകൾക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇത്തരം രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ മറുവശത്ത് നടക്കുമ്പോൾ പോലും ഈ കാലം കൊണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയ നമ്മുടെ വലിയൊരു തന്നെ രാഹുൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അതിലപ്പുറം ഷാഫി എന്ന് പറഞ്ഞ വലിയൊരു ഫാക്ടർ അവിടെ രാഹുലിന്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഇപ്പോ അവിടെ രമേശ് പിഷാര എന്തുകൊണ്ടാണ് അത് ഷാഫി പറമ്പിലിന്റെ ഒറ്റ താല്പര്യം കൊണ്ടാണ് വരുന്നത്. ഷാഫി പറമ്പിൽ അവിടെ ബാക്കി പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവണം എന്ന നിലപാട് അതിനകത്ത് കോൺഗ്രസ് ഉണ്ടാകുമ്പോഴും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇവിടെ രമേശ് പിഷാരടി മതി എന്ന് തീരുമാനിക്കുന്ന ഷാഫിയാണ്. ഷാഫിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. ഹാഷ്മി ആ ചർച്ചയിൽ ഹാഷ്മി വീണ്ടും ഇത് ബാക്ക് ടു പാലക്കാട് എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത്, അവിടെ യഥാർത്ഥത്തിൽ ഈ പാലക്കാട് ഈ ഷാഫി ഫാക്ടറൊക്കെ ഉണ്ട്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അവിടെ ആ മണ്ഡലത്തെ തുടർച്ചയായി പ്രതിനിധീകരിച്ചിരുന്ന ആളാണ്, അവിടെ വലിയ സ്വാധീനമുള്ള ആളാണ്. തൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ അവതരിപ്പിച്ചത്. ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അവിടെ ഈ നഗരസഭയിൽ BJPക്കുള്ള സ്വാധീനമുണ്ട്, UDFന് സ്വാധീനമുള്ള പിരായിരി എന്ന് പറയുന്ന പഞ്ചായത്തുണ്ട്, LDFന് സ്വാധീനമുള്ള മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളുണ്ട്. ഈ മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളുടെ വോട്ട് നമ്മൾ നോക്കിയാൽ തന്നെ LDFന് അത്രത്തോളം സമാഹരിക്കാൻ കഴിയുന്നില്ല. അത് ഈ BJP ജയിക്കും എന്നുള്ള അവരുടെ CPM-ന്റെ ഒന്നുകിൽ അവരുടെ കേഡേഴ്സിന്റെയോ അല്ലെങ്കിൽ അവരുടെ അനുഭാവികളായിട്ടുള്ള ആളുകളുടെയോ വോട്ട് നേരെ UDFന് പോകുന്നതാണ് നമ്മൾ ആ പാലക്കാട്ടെ ഒരു മണ്ഡല ചരിത്രം നമ്മൾ കാണുന്നത്. ഇപ്പോഴും ഈ പറയുന്ന NRM റസാഖ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി
ഈ പാലക്കാട് ഇലക്ഷൻ പോയപ്പോഴത്തേക്ക് ഈ NMR ബിരിയാണി പോയിട്ട് ഞാൻ ബിരിയാണി കഴിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവിടെ അത്ര ഫേമസ് ബിരിയാണി അത് റാവുത്തർ ബിരിയാണി എന്ന് പറയുന്ന തമിഴ്നാടുമായി ചേർന്ന ഒരു ബിരിയാണി ഡിഷ്. പക്ഷേ ഈ കറുവാപ്പട്ട ടേസ്റ്റ് എനിക്ക് അത് ഇഷ്ടമല്ലാത്തതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കറുവാപ്പട്ടയുടെ കുറച്ച് അതിപ്രസരമുണ്ടായിരുന്നു. പക്ഷേ അത് ഒരുപാട് ഒരു ഇഷ്ടമുള്ള സാധനം ഉള്ളത് അത് ഒരുപാട് ഒരു ഇഷ്ടമുള്ള ബിരിയാണിയാണ്. ഗോപി കറുവാപ്പട്ടയുടെ ഒരു കറുവാപ്പട്ട സൂക്കാറില്ല, അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒരുപാട് പേര് ഒരുപാട് ആരാധന ബിരിയാണിയാണ്. പക്ഷെ ആ ബിരിയാണി വോട്ട് കൊണ്ടുവരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ റസാഖ് SKN അവിടെ CPM മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തവരല്ല. ഇപ്പൊ ഇനി UDF ആരോപിക്കുന്ന പോലെ വോട്ട് സ്പ്ലിറ്റ് ആണെന്ന് വെക്കൂ ഒരു ഭാഗത്ത്. AK ഷാനിബ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വന്ന നല്ല ഗംഭീരമായ നേതാവ് അവിടെ ഉണ്ട്, അവർക്ക് മത്സരിപ്പിക്കാമല്ലോ. NN കൃഷ്ണദാസിനെ പോലുള്ള ഒരു വലിയ നേതാവിനെ പണ്ട് ദിവാകരൻ പരാജയപ്പെട്ടതാണ്. അതെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.